നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അട്ടിമറിക്കാൻ മലയാള സിനിമയിലെ ഉന്നതർ കരുക്കൾ നീക്കി തുടങ്ങിയതായി കേൾക്കുന്നു. ഇടത് സഹയാത്രികരായ സിനിമാ പ്രവർത്തകരെ ഉപയോഗിച്ചും അല്ലാതെയുമാണ് നീക്കം. ഇപ്പോൾ ആശുപത്രിയിലുള്ള നടൻ രോഗം ഭേദമായാലുടൻ മുഖ്യമന്ത്രിയെ കാണും. ഇടതുമുന്നണിയിലുള്ള ഒരു പ്രമുഖ ഘടകകക്ഷി നേതാവ് താരത്തിന്റെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയുമായി ആശയവിനിമയം തുടങ്ങി. വിഷയത്തിലുള്ള മാധ്യമ ഇടപെടൽ അവസാനിച്ചാൽ ഉടൻ സാധാരണ ജുഡീഷ്യൽ കമ്മിറ്റി റിപ്പോർട്ടുകൾ പോലെ ഇതും മുക്കാനാണ് സാധ്യതയെന്നും അറിയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ സർക്കാർ അംഗീകരിക്കുകയോ തള്ളുകയോ ഇല്ല. പകരം ശുപാർശ ഫ്രീസറിൽ സൂക്ഷിക്കും. ശുപാർശകൾ അംഗീകരിക്കാൻ തുടങ്ങിയാൽ മലയാള സിനിമയിലെ പ്രമുഖരിൽ പലരും മോശക്കാരാകും. ലൈംഗിക അതിക്രമ പരാതിയുള്ളതിനാൽ പ്രത്യേകം പരാതിയില്ലാതെ പോലീസിന് കേസെടുക്കാൻ കഴിയും. എന്നാൽ പ്രമുഖർ ഇടപെട്ട കേസായതിനാൽ അതിനുള്ള സാധ്യതയില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള മൊഴികൾ പോലീസ് കണക്കിലെടുക്കണമെന്നില്ല. ഭരണഘടനയിലെ 162 വകുപ്പ് ഉപയോഗിച്ചാണ് സർക്കാർ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത്. അതിനാൽ കമ്മിറ്റിയുടെ നിയമപരമായ സാധുത ചോദ്യം ചെയ്യാനാവില്ല. അങ്ങനെയുള്ള കമ്മിറ്റിക്ക് മുൻപിൽ നൽകിയ മൊഴി അന്വേഷിക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്. എന്നാൽ മൊഴി നൽകിയവർ പീഡിപ്പിച്ചവരുടെ പേരുകൾ പറഞ്ഞിട്ടില്ല. എന്നാൽ ചിലർ അവരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഇത് കമ്മിറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ നടന്നാൽ ഉടൻ കേസെടുക്കണമെന്നാണ് നിയമം. എന്നിട്ടും 4.5 കൊല്ലം സർക്കാർ ഇത് കയ്യിൽ വെച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ വൈകിയത് സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കണമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഇതിന്റെ സൂചനയായി കണക്കാക്കാം. താൻ മന്ത്രിയായി 3.5 വർഷത്തിനിടയ്ക്ക് ഒരു നടിയുടെയും പരാതി കിട്ടിയിട്ടില്ല. WCC അതായത് വുമൻ ഇൻ സിനിമ കളക്റ്റീവ് പോലെയുള്ള സംഘടനകൾ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2 മാസത്തിനകം സിനിമ കോൺക്ലേവ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സിനിമ സീരിയൽ മേഖലയിലെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും കോൺക്ലേവിൽ വിശദമായി ചർച്ച ചെയ്യും. സിനിമയിലെ എല്ലാ മേഖലയിലെ പ്രതിനിധികളെയും കോൺക്ലേവിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം വായിച്ചിട്ടില്ല. ശുപാർശ മാത്രമാണ് കണ്ടത്. റിപ്പോർട്ട് കൈകളിൽ കിട്ടിയാൽ വായിക്കും. പുറത്തുവിടാത്ത ഭാഗം വായിച്ചിട്ടില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. വിവരാവകാശ കമ്മീഷനാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ട എന്ന് പറഞ്ഞത്. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതിലൊരു വിട്ടുവീഴ്ചയും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഉണ്ടാവില്ല. ഈ കാര്യത്തിൽ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കും. സിനിമാ മേഖലയിൽ വലിയ ഇടപെടലാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് സർക്കാർ കമ്മിറ്റിയെ നിയോഗിച്ചത്. പരാതിയുള്ളവർക്ക് നൽകാവുന്നതാണ്. എല്ലാ മേഖലയിലും പ്രബല വിഭാഗമുണ്ട്. അവർക്കെതിരെ നിർഭയമായി പരാതി നൽകാം. നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2 മാസത്തിനുള്ളിൽ സിനിമ കോൺക്ലേവ് നടത്തുമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോൺക്ലേവ് നടത്തിയാൽ പരിഹരിക്കാൻ കഴിയുന്ന വിഷയമല്ല ഇത് എന്ന് മന്ത്രിക്കും അറിയാം. മലയാള സിനിമയിലെ ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന മൊഴികളും പരാമർശങ്ങളും മലയാള സിനിമാ മേഖലയിൽ അടിമുടി സ്ത്രീവിരുദ്ധത നിലനിൽക്കുന്നതായി റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. ലൈംഗികമായ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന് പ്രമുഖർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടതായി കമ്മിറ്റിക്ക് മുൻപിൽ നിരവധി വനിതകൾ മൊഴി നൽകിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 55-56 പേജുകളിൽ മലയാള സിനിമയിൽ നടക്കുന്ന ഗുരുതര ലൈംഗിക കുറ്റകൃത്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. സിനിമയിൽ അവസരം ലഭിക്കണമെങ്കിൽ വഴങ്ങിക്കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അതിജീവിതകൾ പോലീസിനെ സമീപിക്കാതിരിക്കുന്നത് ജീവഭയം കാരണമാണ്. പരാതിപ്പെട്ടാൽ കുടുംബാംഗങ്ങൾക്കെതിരെയും ഭീഷണി ഉയരാം. ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങാത്തവരെ പ്രശ്നക്കാർ എന്ന് മുദ്രകുത്തി സിനിമയിൽ നിന്ന് ഒഴിവാക്കുന്നു. പരാതിപ്പെടുന്നവർ സിനിമയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുകയാണ്. നടി ആക്രമിക്കപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവമല്ല. പലതും പുറത്തു വരുന്നില്ല എന്നേ ഉള്ളൂ. വനിതാ പ്രൊഡ്യൂസർമാരെ സംവിധായകനും നടന്മാരും അപമാനിക്കുന്ന സംഭവങ്ങളുണ്ട്. മലയാള സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘങ്ങളാണ്. സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ട് വഴങ്ങിയില്ലെങ്കിൽ റിപ്പീറ്റ് ഷോട്ടുകൾ എടുപ്പിച്ച് ബുദ്ധിമുട്ടിക്കും. ഇത്തരത്തിൽ 17 ഷോട്ടുകൾ വരെ എടുത്ത് ബുദ്ധിമുട്ടിച്ചു എന്നിങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ എല്ലാം കേട്ട് ഞെട്ടിയെന്ന് റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൈംഗികമായി വഴങ്ങുന്നവർക്ക് മാത്രം നല്ല ഭക്ഷണം ലഭിക്കും. നഗ്നത പ്രദർശിപ്പിക്കാൻ നടിമാർക്ക് മുകളിൽ സമ്മർദ്ദമുണ്ട്. വഴിവിട്ട കാര്യങ്ങൾക്ക് സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കുന്നു. അതിക്രമം കാട്ടിയവരിൽ ഉന്നതരുമുണ്ട് എന്നിങ്ങനെ ഗുരുതര വെളിപ്പെടുത്തലുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷയ്ക്കായി സംവിധാനം വേണമെന്ന് പരാതിക്കാർ കമ്മിറ്റിക്ക് മുൻപാകെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് നടന്നതായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ഥിരീകരിച്ചു. മലയാള ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകളുടെ പരാതികളെ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടിലാണ് മലയാള സിനിമയിലെ ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുള്ളത്. മലയാള സിനിമയിൽ വലിയ കോളിളക്കത്തിന് വഴിവെക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. സിനിമയുടെ മറവിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് കേട്ട് ഞെട്ടിയെന്ന് തുറന്നെഴുതിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി. നടിമാരുടെ വാതിലിൽ മുട്ടുന്നത് പതിവ്. വാതിൽ തുറന്നില്ലെങ്കിൽ ശക്തിയായി ഇടിക്കും. സഹകരിച്ചില്ലെങ്കിൽ റീടേക്കുകൾ എടുപ്പിച്ച് ബുദ്ധിമുട്ടിക്കുകയാണ്. നടി അതിക്രമിക്കപ്പെട്ട സംഭവം ഒറ്റപ്പെട്ടതല്ല. മലയാള സിനിമ നിയന്ത്രിക്കുന്നത് ക്രിമിനൽ സംഘം. പേടി കാരണമാണ് പലരും പരാതികൾ തുറന്നു പറയാൻ മടിക്കുന്നത്. സെറ്റുകളിൽ ഒറ്റയ്ക്ക് പോകുക പ്രയാസമാണ്. വീട്ടിൽ നിന്ന് ആരെയെങ്കിലും കൂട്ടി പോകാതെ സുരക്ഷിതമല്ല. ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയെ പോലും ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് മലയാള സിനിമയിൽ നടക്കുന്നതെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. നിരവധി പേർ ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി നൽകി. കാസ്റ്റിംഗ് കൗച്ച് മലയാള സിനിമകളിൽ ഉള്ളതായും മൊഴികളിലുണ്ട്.
നിയമപരമായുള്ള പ്രശ്നപരിഹാര സംവിധാനം മലയാള സിനിമയിൽ വരണമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. ഏറെ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത്. വ്യക്തികളുടെ പേരുകൾ പരാമർശിക്കുന്ന പേജുകളും ഭാഗങ്ങളും പുറത്തു വന്ന റിപ്പോർട്ടിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. വിവരാവകാശ നിയമപ്രകാരം പേജുകൾ ഒഴിവാക്കുന്നത് കുറ്റകരമാണ്. ഇതും നാളെ ചോദ്യം ചെയ്തേക്കാം. ജസ്റ്റിസ് ഹേമ കമ്മീഷന് വേണ്ടി സർക്കാർ 3 വർഷം കൊണ്ട് ചെലവിട്ടത് 1 കോടിയിലധികം രൂപയാണ്. 2017 മുതൽ 2020 വരെയുള്ള കമ്മീഷന്റെ ചെലവ് 1,06,55,000 രൂപയാണ്. വിവരാവകാശ രേഖയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ജസ്റ്റിസ് ഹേമ 10 തവണയായി 1,03,22,054 രൂപ കൈപ്പറ്റിയതായി രേഖകളിൽ പറയുന്നു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരു കമ്മീഷനെ നിയമിച്ച ശേഷം സർക്കാർ പറഞ്ഞത് എന്താണ്? അതും കമ്മീഷനല്ല, കമ്മിറ്റിയാണെന്ന്. കമ്മീഷൻ പോലെയല്ലത്രേ കമ്മിറ്റി. ഒരു പ്രത്യേക ആവശ്യത്തിന് നിയമത്തിന്റെ പിൻബലത്തോടെ നിയമിക്കുന്നതാണ് കമ്മീഷൻ. കമ്മിറ്റികൾ അങ്ങനെയല്ല. കമ്മിറ്റികളുടെ തീരുമാനം നടപ്പിലാക്കാൻ സർക്കാർ ബാധ്യസ്ഥവുമല്ല. ഇത് പറഞ്ഞ് സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ്. എങ്കിൽ എന്തിനു വേണ്ടിയാണ് കോടികൾ മുടക്കി ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയമിച്ചത്? അതിന് ഉത്തരം തരേണ്ട മന്ത്രി AK ബാലൻ ഇപ്പോൾ മന്ത്രിയല്ല. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ വിമൺ ഇൻ സിനിമ കളക്റ്റീവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി നടത്തിയ പ്രതികരണത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പരസ്യമാക്കേണ്ട സാഹചര്യമില്ലെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു. സിനിമാ മേഖലയിലേക്ക് പുതിയ പെൺകുട്ടികൾ കടന്നു വരുമ്പോൾ ആത്മവിശ്വാസം നൽകുന്ന അന്തരീക്ഷം ഉണ്ടാകേണ്ടതുണ്ട്. നിർമ്മാണ കമ്പനികൾ അത് ഉറപ്പാക്കേണ്ടതുണ്ട്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് താൻ സിനിമാ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരം രൂപീകരിച്ച കമ്മിറ്റിയല്ല ഹേമ കമ്മീഷൻ. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട സാഹചര്യം സർക്കാരിനില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. തീർച്ചയായും സിനിമാ മേഖലയിൽ നിയന്ത്രണവും നിരീക്ഷണവും അനിവാര്യമാണ്. നിയമനിർമ്മാണം വേണം. ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി എല്ലാ നിർമ്മാണ കമ്പനികളും നിർബന്ധമായി രൂപീകരിച്ചിരിക്കണം. സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങളും മറ്റു പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ സർക്കാരിന് സമർപ്പിക്കും. സർക്കാർ അതിനുള്ള എല്ലാ പിന്തുണയും നൽകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും സതീദേവി പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിനു ശേഷം സിനിമാ മേഖലയിലെ വനിതാ കൂട്ടായ്മയായ WCC മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകിയതിന് പിന്നാലെയാണ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ തൊഴിൽ സാഹചര്യം പഠിക്കുന്നതിന് സർക്കാർ കമ്മീഷനെ രൂപീകരിച്ചത്. ജസ്റ്റിസ് ഹേമയ്ക്ക് പുറമെ KB വത്സലകുമാരി, നടി ശാരദ എന്നിവരെ അംഗങ്ങളാക്കി രൂപീകരിച്ച കമ്മീഷൻ 2019 സർക്കാരിന് റിപ്പോർട്ട് കൈമാറി. സിനിമാ മേഖലയിലെ 60ഓളം സ്ത്രീകളുടെ മൊഴി കമ്മീഷൻ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കോടികൾ ചിലവാക്കിയ കമ്മീഷൻ റിപ്പോർട്ടിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവാത്തതിനെതിരെ WCC ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ അവരവർ തന്നെ പരിഹരിക്കട്ടെ എന്ന ചിന്തയാണ് സർക്കാരിനുള്ളത്. വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ രംഗത്തിറങ്ങുകയും ചില സാന്ത്വന മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നത്.